നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ യാത്രയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുനാവായയിലെ ശ്രീ നവാമുകുന്ദ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ നിന്ന് ലഭിച്ച അറിവും ഈ അമ്പലത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ സുഹൃത്ത് സന്തോഷം പകർന്നു തന്ന ഒരറിവും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ നവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. നിങ്ങളിപ്പോൾ മുമ്പ് കാണുന്നതാണ് ഭാരതപ്പുഴ. അപ്പം ഈ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പിതൃതർപ്പണത്തിന് വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു ക്ഷേത്രമാണ് ശ്രീ നവാമുകുന്ദ ക്ഷേത്രം. ഈ ക്ഷേത്രം ഇനിയൊരു കുംഭമേളയ്ക്ക് കൂടെ സാക്ഷിയാവാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗം, അതായത് ഭാരതപ്പുഴയുടെ മറുകര എന്നൊക്കെ പറയാം. ആക്ച്വലി ഭാരതപ്പുഴയുടെ തന്നെ ഭാഗമാണിത്. വെള്ളം കുറഞ്ഞപ്പോൾ അതൊരു കരയായിട്ട് അവിടെ രൂപപ്പെടുന്നതാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ കുംഭമേള നടക്കാൻ പോവുകയാണ്. ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്, പ്രയാഗ്രാജ് അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലാണ് സാധാരണ കുംഭമേള നടക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിലേക്കാണ് നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ കൂടെ കടന്നു വരാൻ പോകുന്നത്. അപ്പം നവാമുകുന്ദ ക്ഷേത്രം ആണ് അതിന് സാക്ഷിയാവാൻ പോകുന്നത്. ഇത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങല്ല. അപ്പം ഇത് നടത്തുന്നത് ജൂന അഗാഡയുടെ നേതൃത്വത്തിലാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സന്യാസ സമൂഹമാണ് ജൂന അഗാഡ. അപ്പം കേരളത്തിലെ ഈ കുംഭമേളയ്ക്ക് നേതൃത്വം നൽകാൻ പോകുന്നത് അവർ തന്നെയാണ്. ജൂന അഗാഡയിലെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അദ്ദേഹം ഈ ഒരു കാര്യം ഇവിടെ കുംഭമേള നടക്കാൻ പോകുന്നുണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുവരെയുള്ള ഒരുക്കങ്ങളും അതിൻ്റെ സ്വാഗത സംഘം രൂപീകരിക്കലും അങ്ങനത്തെ പല കാര്യങ്ങളും ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പം നമ്മുടെ കേരളവും ഒരു ഹൈന്ദവ മഹാസംഗമത്തിന് വേദിയാകുമ്പോഴാണ്. അപ്പം ഈ അമ്പലത്തിൽ ദർശനത്തിന് വന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ എടുത്തത്. അങ്ങനെ ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് മഹാമകോത്സവത്തിനും അതിനുശേഷം മാമാങ്കത്തിനും വേദിയായ തിരുനാവായ ഇനി കുംഭമേളയ്ക്ക് കൂടെ വേദിയാവാൻ പോവുകയാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വഴി അറിയാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.